അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ഘട്ടത്തിൽ ചില ആളുകളുടെ സഹായം, സാമ്പത്തികമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം കൊണ്ടാവട്ടെ, ചില സമയത്തുള്ള ചില ആളുകളുടെ സഹായം ഉണ്ടല്ലോ, അത് മറന്നുപോയാൽ നമ്മൾ തകർന്നു പോകും. നമ്മളെ ചില ആളുകൾ ചില സമയത്ത് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ഉയർത്തലുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ സഹായിക്കുന്നവരെ, ഇങ്ങോട്ട് ഒരു സഹായം കിട്ടിയ ആരെയും നമ്മൾ മറക്കരുത്. അവരെ ഓർക്കണം, ദുആ കൊണ്ടെങ്കിലും നമ്മൾ ഓർക്കണം. നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നാം അത് മറക്കണം. ഈ ഒരു ക്വാളിറ്റി നമ്മളിലുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടൂല. ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല. തൽക്കാലം പരാജയം വന്നെങ്കിലും ഏതെങ്കിലും നിലക്ക് അല്ലാഹു രക്ഷപ്പെടുത്തും. ലഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്ന് പറഞ്ഞ അവിടെയാണ്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നന്ദി കാണിക്കുക, എങ്കിൽ നിങ്ങൾക്ക് വർധനവുണ്ടാകും. പല ആളുകളും സഹായിച്ച ആളുകളെ പിന്നീടങ്ങ് മറന്ന് തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവം. ചില ജോലി കിട്ടാൻ കാരണം, അതല്ലെങ്കിൽ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മെ സഹായിച്ച പലരെയും പിന്നെ നമ്മളൊരു ഘട്ടത്തിലെത്തുമ്പോൾ, നല്ല അവസ്ഥയിലെത്തുമ്പോൾ അവരെ അവഗണിച്ചാലുണ്ടല്ലോ, ആ അവഗണന നമുക്ക് നഷ്ടമേ ഉണ്ടാക്കൂ, വലിയ നഷ്ടം ഉണ്ടാക്കും. എന്താണ് നമ്മുടെ മനസ്സ് അങ്ങനെ ആകണത്? എത്രയോ വലിയ വലിയ പിന്നെ ചോറ് കൊടുത്ത കൈക്ക് കൊത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പത്തികമായി സഹായിച്ചവർ, അല്ലെങ്കിൽ ബിസിനസ്സിൽ പങ്കാളിയാക്കിയിട്ടോ, അതല്ലെങ്കിൽ നാട്ടിലേക്ക് നിർത്തിയിട്ട് നാട്ടിൽ പോകുമ്പോൾ നിർത്തിയ ആളുകൾ വഞ്ചന നടത്തിയത്, എത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇവരൊന്നും രക്ഷപ്പെടൂല. ഇവരിലൂടെ അല്ലെങ്കിൽ ഇവരുടെ മക്കളിലൂടെ അവർ പ്രയാസപ്പെടും. അനധികൃതമായി എങ്ങനെ കാശുണ്ടാക്കിയാലും ആ കാശ് പിന്നീട് നമുക്ക് ഉപയോഗമില്ലാണ്ടാവും. ഒന്നിരിക്കൽ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും, രോഗം കൊണ്ട് വിഷമിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. അനധികൃതമായി ഒരു നിലയിലും പൈസ ഉണ്ടാക്കിക്കൂടാ. ഹലാലായ സമ്പാദ്യം, അതിൽ ബർക്കത്തുണ്ടാകും. ഞാനൊക്കെ ചിന്തിക്കാണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷാണ്. അന്ന് ഞാൻ കാലടി ടൗൺ പള്ളിയിൽ ഖത്തീബായി നിൽക്കുമ്പോൾ 800 രൂപയാണ് എനിക്കുള്ള ശമ്പളം. അദ്ദേഹത്തിന് അന്ന് 3000 സംതിങ് ശമ്പളമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെ പലപ്പോഴും എൻ്റെ അടുത്ത് വരൽ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ അന്ന് നല്ല ഉഷാറാണ്, നല്ല ഭക്ഷണം, നല്ല ഉഷാറ്. ഈ 800 രൂപയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടായി. സത്യമാണത്. ബർക്കത്തുണ്ടാവും, അതിൽ വലിയൊരു ബർക്കത്ത് തന്നെയാണ്. ഈ ബർക്കത്ത്, തൗഫീഖ് എന്നൊക്കെ പറയുന്നത് പണമല്ല, അത് അല്ലാഹു തആല നൽകുന്ന വലിയൊരു സമ്പാദ്യമാണത്. കിട്ടുന്നതിൽ ബർക്കത്ത് ഉണ്ടാവുക. പുരണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, മക്കളെ കെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, പൈസ ഉണ്ടായാൽ കെട്ടിക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പൈസ ഉണ്ടായാലും കെട്ടിക്കാൻ കഴിയില്ല. ഒരു സഹോദരി, നല്ല സാമ്പത്തിക കഴിവുള്ളൊരു സഹോദരി, ബാപ്പ മരണപ്പെടുമ്പോൾ തന്നെ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മക്കളെ ഏൽപ്പിച്ച് അയാൾ മരണപ്പെട്ടു പോയി. നല്ല കഴിവുള്ള, നല്ല കോടികൾ കഴിവുള്ള ഒരു സഹോദരി തൻ്റെ വിവാഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. 26 വയസ്സായിട്ടും കല്യാണം ഒത്തിട്ടില്ല. ഇവർക്ക് പറ്റിയൊരു കല്യാണം കിട്ടിയിട്ടില്ല. പണം ഉണ്ടായത് കൊണ്ട് കല്യാണം നടക്കുമെന്നൊന്നുമില്ല, തൗഫീഖ് വേണം. ആ തൗഫീഖും നമ്മുടെ മനസ്സിൻ്റെ ആ വലിയ ശുദ്ധതയുണ്ടെങ്കിൽ എന്ത് പാവങ്ങളാണെങ്കിലും എത്ര വിഷമിച്ചാലും നടക്കും. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായി മാറാൻ ശ്രമിക്കുക. നമ്മളെ സഹായിച്ചവരൊക്കെ നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. വിശിഷ്യ ദാരിദ്ര്യം വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുക. അവർക്ക് ദാരിദ്ര്യം വരൂല എന്ന്.
പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ കഴിയും. ഇടക്കിടക്ക് തടസ്സങ്ങൾ വരികയാണ് എല്ലാറ്റിനും. അത് നമ്മുടെ കേടുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ജീവിതം നമ്മൾ ശരിക്കൊന്ന് മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കാൻ കഴിയും. എത്രയോ ഘട്ടങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എത്രയോ ഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചവരൊക്കെ ഉണ്ട്, എത്രയോ കാലങ്ങളായിട്ട്. പക്ഷെ ഞാൻ ആരെയും അങ്ങനെ മറക്കാറില്ല. അവരറിയില്ല, അവരറിയാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്, അവരൗദാര്യമല്ല, എൻ്റെ ഔദാര്യമാണ്, എൻ്റെ ഭാഗ്യമാണത്. ഞാൻ അവരെ മറന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെയും മറക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. പരസ്പരം സഹായവും സ്നേഹവും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. അതുകൊണ്ട് കുടുസായ മനസ്സുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല വിശാലമായി മനസ്സ് കൊണ്ടുവരിക. ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ തോട്ട്സ്. ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ ബാഡ് കമൻ്റ് ഇടുമ്പോൾ വെറുക്കാൻ പാടില്ല. കാരണം അത് അവരുടെ ശൈലിയാണത്. ഇപ്പം എൻ്റെ കമൻറ്റിൽ തന്നെ ഒരുപാട് മോശമായ കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്, പാവം. കാരണം അവരുടെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത്. അതിന് നമ്മൾ ആക്ഷേപിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കുക, അവർക്ക് നല്ല മനസ്സ് കൊടുക്കണേന്ന്. ഞാൻ ചിന്തിച്ചതുപോലെ നിങ്ങൾ ചിന്തിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചോളണമെന്നില്ല. വൽ ഇൻസാനു ഖദ് യതഗയ്യറു. മനുഷ്യനൊക്കെ ഓരോരുത്തരും ഓരോ സ്വഭാവമാണ്, ചേഞ്ച് ചെയ്യുന്നവരാണ്. എന്നെപ്പോലെ നിങ്ങളല്ല, നിങ്ങളെപ്പോലെ ഞാനുമല്ല. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.